വെൽക്കം ബാക്ക് ടു ബിനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ അടുക്കിപ്പെറുക്കി എല്ലാം കൊണ്ടുപോകുന്നത് കണ്ടാൽ തന്നെ മനസ്സിലായല്ലോ, തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എത്ര ചെറിയ സ്പേസ് ആണെങ്കിലും എങ്ങനെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ വൈറ്റ് കൗണ്ടർ ടോപ്പ് എങ്ങനെയാണ് ചേച്ചി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നല്ലതാണോ, ഏത് ബ്രാൻഡാണ്, ഏത് മെറ്റീരിയൽ ആണ് എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജസും കമൻസും വരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ നമ്മളെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കൂടിയിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നമ്മളെ ഫാമിലിയിൽ കുറേ പുതിയ ആൾക്കാരുണ്ട്. അതിനകത്ത് കൂടുതലും എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ മാത്രമല്ല, ഓൾറെഡി ഉള്ള ആൾക്കാരിലും കുറേ ആൾക്കാർ എന്ന് പറയുന്നത് പുതിയ വീട് എടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാനും അല്ലെങ്കിൽ ഈ കിച്ചൺ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതൊക്കെ കാണുമ്പം കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ടിപ്പ്, ഒന്നോ രണ്ടോ, ഞാൻ ഈ കഴിഞ്ഞ ഫ്രിഡ്ജ് ടൂർ പറഞ്ഞതുപോലെ തന്നെ ഒന്നോ രണ്ടോ എന്തെങ്കിലും ഒരു ടിപ്പ് ഓർഗനൈസ് ചെയ്യുന്നത് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ. അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ വൈറ്റ് കൗണ്ടർ ടോപ്പിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത്, നമ്മളെ വൈറ്റ് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. നമുക്ക് ക്ലീനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. വൈറ്റ് കൗണ്ടർ ടോപ്പിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ക്വാർട്സ് മെറ്റീരിയലാണ്. എന്താണ് അറിയില്ല, എനിക്ക് ആദ്യമേ ക്വാർട്സ് തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഇന്നാളാരോ ചോദിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് ക്വാർട്സ് തന്നെ വേണം, എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ക്വാർട്സ് വേണമായിരുന്നു. അപ്പോൾ ഏതാ മോഡൽ, ഏതാ ബ്രാൻഡ്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ അത് വെക്കുന്ന സമയത്തൊന്നും ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ ക്വാർട്സ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് ക്വാർട്സ് യൂസ് ചെയ്യുമ്പം അത്ര ആ ഒരു ഫിനിഷ് വേറൊന്നും വെച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടായിരിക്കും ക്വാർട്സ് തന്നെ മതി ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ക്വാർട്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ലിക്വിഡാണ്. സിഫ് എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഇന്നലെ ഒരു പിങ്ക് കളർ കവർ കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എന്തോ ചൂടുള്ളൊരു സാധനം കൊണ്ട് അതിൻ്റെ കളർ നമ്മൾ ഈ ക്വാർട്സിൻ്റെ മുകളിലായത്. അപ്പോൾ ഞാനത് ഒരു ഭാഗത്തുള്ളത് മാത്രം ക്ലീൻ ചെയ്യാണ്ട് വെച്ചത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുമ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ സിഫിൻ്റെ ലിക്വിഡ് ഡൈല്യൂട്ട് ചെയ്തത് ഇങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ഉരച്ചു കൊടുത്തപ്പോൾ തന്നെ ആ ഒരു പിങ്ക് കളർ അങ്ങോട്ട് പോയി. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ലിക്വിഡാണ്. പക്ഷേ ഈ ഒരു സാധനം ക്വാർട്സിൽ യൂസ് ചെയ്യാവോ, യൂസ് ചെയ്യാൻ പാടില്ലേ, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എന്നോട് വൈറ്റ് കൗണ്ടർ ടോപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നല്ല ചോദിച്ചത്, ചേച്ചി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറ് എന്നാണ് ചോദിച്ചത്. അല്ലെ ഞാൻ എങ്ങനെയാണ്, മേഘ്ന എങ്ങനെയാണ് വൈറ്റ് കൗണ്ടർ ടോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഇത് ശരിക്കും പ്രോപ്പർ വേ ഓഫ് ക്ലീനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ക്വാർട്സ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ലിക്വിഡ് ആമസോണിൽ നോക്കിയപ്പോൾ ഒരു 2 ബോട്ടിലിനും കൂടെ 4000-3000 രൂപയെങ്ങാണ്ടാണ് കണ്ടത്. അപ്പോൾ അതൊന്നും കൊടുത്ത് നമ്മളിപ്പോൾ എന്തായാലും വാങ്ങാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ കണ്ടുപിടിക്കുക, ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിഫ് എന്ന് ഒരു ലിക്വിഡിനെ ശരിക്കും വാങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ബാത്റൂമിനകത്തുള്ള ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റെയിനൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ സിഫിനെ വാങ്ങുന്നത്. പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി സംഭവം ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്ട്രോങ് ആയതുകൊണ്ട് ക്വാർട്സിൻ്റെ മുകളിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ചിലപ്പോൾ കാണുന്നവർ പറയായിരിക്കും ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. എനിക്കിപ്പോൾ 3000 രൂപ കൊടുത്തിട്ടൊന്നും ക്വാർട്സ് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് വാങ്ങാനൊന്നും പറ്റൂല. ശരിക്കും ഈ സിഫ് ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. അതായത് സിഫ് ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കലയും കാര്യങ്ങളൊക്കെ കളയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പ് മാത്രമല്ല, നമ്മളെ ബാക്ക് സ്പ്ലാഷ് ഉണ്ടല്ലോ, എന്താ പറയുക ഡാഡോ ടൈൽസ് എന്ന് പറയുന്നത്, അതിനങ്ങനെയാണ് പറയാമെന്ന് ഞാൻ ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി. അപ്പോൾ ആ ഡാഡോ ടൈൽസിൻ്റെ അവിടെയും കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്താ പറയുക ഡെയിലി ക്ലീൻ ചെയ്യുന്ന സ്ഥലം. നമ്മളെ ഗ്യാസിൻ്റെ പുറകിൽ വരുന്ന ഭാഗം മാത്രമാണ് ഞാൻ ഡെയിലി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ക്ലീൻ ചെയ്യുന്നത്. അതല്ലാത്ത ബാക്കിയുള്ള പോർഷൻസൊക്കെ ഇതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് അതും കൂടെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ സെയിം ലിക്വിഡിൽ തന്നെയാണ് നമ്മൾ സിഫും വെള്ളവും കൂടെയുള്ള ആ ഒരു ലിക്വിഡിൽ തന്നെയാണ് ഞാൻ ഇതും കൂടെ കഴുകിയെടുക്കുക. പിന്നെ പൈപ്പ് വെച്ച് ഇങ്ങനെ കുറച്ചും കൂടെ നമുക്ക് ലെങ്ത്തിൽ കിട്ടുന്നതുകൊണ്ട് കഴുകാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ സിഫ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെയിനും ഇതിനകത്ത് നിന്ന് പോകും. പിന്നെ ക്വാർട്സ് പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്വാർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലുതായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല, വളരെ ചെറുതായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അതായത് ഞാൻ ഉപയോഗിക്കുന്നത് ക്വാർട്സാണ്. എൻ്റെ ക്വാർട്സിന്
അതിപ്പം ഇപ്പോൾ ഒരു തുള്ളി കറിയോ അല്ലെങ്കിൽ ഒരു മുളക് പൊടിയോ മഞ്ഞൾ പൊടിയോ വീണ് എന്ന് വെച്ചിട്ട് അപ്പം തന്നെ അതിനകത്ത് സ്റ്റെയിൻ പിടിക്കാനൊന്നും പോകുന്നില്ല. അതിപ്പം ഞാനൊരു 1-2 മണിക്കൂറോ അല്ലെങ്കിൽ 3-4 മണിക്കൂറോ കഴിഞ്ഞ് വന്ന് തുടച്ചു കഴിഞ്ഞാലും അത് അങ്ങോട്ട് പോവും. അതല്ല ഒട്ടും പോകുന്നില്ല എന്നാണെങ്കിൽ ഇതുപോലെ നമുക്ക് സിഫ് ഉപയോഗിച്ചാലും മതി. ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വാർട്സിനകത്ത് സ്റ്റെയിന് പോവില്ലല്ലോ. സ്റ്റെയിന് പോവായിക്കൊന്നുമില്ല, പക്ഷേ സ്റ്റെയിന് ആയാൽ തുടക്കണം. അത് ഇപ്പോൾ ആയ പാട് തന്നെ അടുത്ത സെക്കൻഡ് തന്നെ തുടക്കണമെന്നൊന്നുമില്ല, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അങ്ങ് തുടച്ചാൽ മതി. പക്ഷേ ഒരു 3-4 ദിവസമൊന്നും വെക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ വെച്ചിട്ടാണ് എനിക്ക് പണി കിട്ടിയത്. അത് ഞാൻ കാണിച്ചു തരാം. എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പോവാത്തൊരു പാടുണ്ട്. അത് പ്രത്യേകിച്ച് ആരും കാണാത്തൊരു ഭാഗത്തായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് നമ്മൾ പെട്ടെന്ന് കാണുന്ന ഐ കോണ്ടാക്ട് വരുമ്പം ആദ്യം കാണുന്ന ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ നമ്മളെ സ്ക്രബ്ബ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു നോർമലായിട്ടുള്ളൊരു സ്ക്രബ്ബ് വെച്ചിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഡാഡോ ടൈൽസും നല്ലോണം ക്ലീൻ ചെയ്തെടുത്ത്, അതുപോലെ തന്നെ ഒരു തുണി എടുത്ത് നല്ലോണം വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തുടച്ചെടുത്തതിന് ശേഷമാണ് വീണ്ടും ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം തുടക്കുന്നത്. എന്നാലേ നല്ലോണം വൃത്തിയാവുള്ളൂ. പിന്നെ നമ്മൾ ഈ ഗ്യാസിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് വെള്ളം ഇങ്ങനെ ഡയറക്റ്റ് അടിച്ചിട്ട് പൈപ്പിന് കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ, അങ്ങനെ കഴുകാമെന്ന് വിചാരിക്കാം. മറ്റേ സൈഡ് നമുക്ക് അങ്ങനെ കഴുകാൻ പറ്റില്ല, പിന്നെ അവിടെ എല്ലാം കുളവും. അതുകൊണ്ടാണ് ഇങ്ങനെ നനച്ച് ഇങ്ങനെ തുടച്ചെടുത്തിട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസൊന്നും അങ്ങനെ കഴുകാറില്ല. ഗ്യാസൊക്കെ എപ്പോഴെങ്കിലാണ് കഴുകുക. അങ്ങനെ നമ്മളെ വീക്ക്ലി ക്ലീനിങ്ങിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു സാധനമാണ് ഗ്യാസ്. എനിക്ക് തോന്നുമ്പോൾ അയ്യോ വൃത്തികേടായല്ലോ എന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി വൃത്തിയാക്കുന്ന ഒരു സാധനമാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു റുട്ടീനൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വാർഡ്രോബ് ഓർഗനൈസേഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് വാർഡ്രോബ് ഓർഗനൈസേഷൻ ചെയ്യാൻ അറിയില്ല. എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വാർഡ്രോബ് യൂസ് ചെയ്യുന്നതിനകത്ത് ഞാൻ വെറും ഫ്ലോപ്പാണ്. എനിക്ക് എത്ര ഞാൻ ചെയ്തു വെച്ച് കഴിഞ്ഞാലും റെഡി ആവില്ല. സാധിച്ചു എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് ബാക്കിയൊക്കെ ഓക്കെ, പക്ഷെ വാർഡ്രോബ് എന്താ റെഡിയാവാത്തേ? അതിപ്പോൾ എന്താണെങ്കിലും നമ്മൾ 100% ആവില്ല, എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മങ്കുവിൻ്റെ അടുത്തൊരു മങ്കു എല്ലാ കഴിവുകളും തന്നിട്ട് ദൈവം ഒരാളെ സൃഷ്ടിക്കൂല എന്ന് പറയും. അപ്പോൾ ഇന്ന് കുറേ മെസ്സേജസ് ഇങ്ങനെ കണ്ടു, വാർഡ്രോബ് ഓർഗനൈസേഷൻ ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ എനിക്കും സെറ്റ് ആക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഒരു പ്രോ ആയിട്ടുള്ള വാർഡ്രോബ് ഓർഗനൈസേഷൻ കാണാണ്ട് എന്നുള്ള രീതിയിൽ കാണാണ്ട് നോർമലായിട്ട് അതായത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, അതേ സമയത്ത് തന്നെയാണ് ഞാനും ചെയ്യുക. അങ്ങനെ ഒരു ടേംസിൽ നമുക്ക് പോവാം. അപ്പോൾ വാർഡ്രോബ് ഓർഗനൈസേഷൻ ചെയ്യണമെന്നുണ്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ അത് ഞാനിപ്പോൾ അത്യാവശ്യം ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് നീക്കുമ്പോൾ തന്നെ നല്ല പൊടിയുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരാഴ്ചയായി ഞാനിത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവും ഫുൾ പൊടിയൊക്കെ പോയിട്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞൊരു സ്പോട്ട് പോവാത്ത കണ്ട ഒരു ചെറിയൊരു യെല്ലോ കളറ്. അതെന്താണ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് സായുജിന് ഡെങ്കു പിടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ ഹൗസ് വാമിങ് ഫംഗ്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഡെങ്കു വന്നിട്ട് സായുജിന് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ, എല്ലാവരും നാട്ടിൽ നിന്ന് വന്നവരൊക്കെ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. ആ സമയത്ത് എന്തോ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ വെച്ചിട്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നിട്ടാണ് അത് തുടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അത് പിടിച്ചു പോയതാണ്. പിന്നെ അത് കുഴപ്പമില്ല, നമുക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേറെയാണല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പെട്ടെന്ന് കാണൂല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പ് മുഴുവൻ ക്ലീൻ ചെയ്ത് സ്ക്രബ് ചെയ്ത് നനഞ്ഞ തുണി വെച്ച് തുടച്ച് വീണ്ടും ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നത്. ഈ സാധനങ്ങൾ ഇനി ഓർഗനൈസ് ചെയ്യുന്നതിലേക്ക് നമുക്ക് വരാം. കൗണ്ടർ ടോപ്പിനെ പറ്റിയിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഈ ഓർഗനൈസേഷൻ പറയുന്നത് ഞാൻ എങ്ങനെ ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡി ആയിരിക്കണം. അതായത് എന്താ പറയുക, നമ്മളെ ഒരു കയ്യെത്തും അകലത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കണം. ഓരോ പ്രാവശ്യവും ഓരോന്നിനും തുറക്കുക എന്ന് പറയുന്നത് എനിക്ക് നടക്കുന്ന കാര്യമല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഇട്ടേച്ച് പോയി കളിയും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റീരിയർ ടീംസിൻ്റെ അടുത്ത് എനിക്ക് പുൾ ഔട്ട് വേണ്ട, എനിക്ക് അതിന് പകരം അതും കൂടെ നിങ്ങൾ ക്യാബിനറ്റിൻ്റെ സ്പേസിന് വേണ്ടി യൂസ് ചെയ്തോ, അതിന് പകരം ഞാൻ ഇതൊക്കെ മുകളിൽ വെക്കാൻ ഞാൻ ആദ്യമേ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്. അതിനുള്ള ഈ ട്രേ വരെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പുൾ ഔട്ടിൻ്റെത് ഇൻറ്റീരിയർ
എന്താ പറയുക നമ്മൾ എസ്റ്റിമേറ്റിനകത്ത് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ഇത് നമുക്ക് റിമൂവ് ചെയ്യണം എന്നിട്ട് അങ്ങനെ വീണ്ടും അവരെ കൊണ്ട് ഞാൻ റിമൂവ് ചെയ്യിപ്പിച്ചത്. കാരണം അവർ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ വീട്ടുകളിലും ഇപ്പം പുൾ ഔട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, കാരണം എനിക്ക് അതിനെ കൊണ്ട് യൂസ് ഉണ്ടാവില്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒഴിവാക്കിയത്. അപ്പോൾ എനിക്ക് ഈ കൗണ്ടർ ടോപ്പിനകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ജീരകം, കടുക്, എണ്ണ, ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ആണെങ്കിലും സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, കായ്മുളക് എന്ന് പറയുന്നത് നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ കുറച്ച് സ്പാറ്റുലാസിൻ്റെ സെറ്റ്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യമേ. അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് കയ്യെത്തും ദൂരത്താണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല, ചിലർക്ക് പുൾ ഔട്ട് വേണം എന്നായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എന്നാണെങ്കിൽ എൻ്റെ സ്റ്റൈൽ ഓഫ് ഓർഗനൈസേഷനിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ കടുക് എടുക്കണം, പുൾ ഔട്ട് തുറക്കുന്ന കടുക് എടുക്കുന്നു, വീണ്ടും തിരിച്ചു വെക്കുന്നു, കായ്മുളക് എടുക്കണം, വീണ്ടും തുറക്കുന്നു, എടുക്കുന്നു, തിരിച്ചു വെക്കുന്നു. അതിന് പകരം ഇത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ ക്ലീൻ ചെയ്യാനും എൻ്റെ കൈ സഹായിയായിട്ട് വെറ്റ് വൈപ്സ് തന്നെയാണ്. ഈ വെറ്റ് വൈപ്സ് ഒരുപാട് വീടുകളിൽ മാറ്റമുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി ഈ വെറ്റ് വൈപ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ഡസ്റ്റ് അലർജി ആയിരുന്നു. ഒരു കുട്ടി മെസ്സേജ് അയച്ചാൽ ഡസ്റ്റ് അലർജി ആയിരുന്നു ചേച്ചി, ഞാൻ ഡസ്റ്റ് അലർജി ആണ് എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതായത് പൊടിയുള്ള ഭാഗത്തേക്കേ പോവാറില്ലായിരുന്നു. പക്ഷേ ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ചെറുതായി ചെയ്ത് തുടങ്ങി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതുവരെ ചെയ്യാണ്ടിരുന്നതിൻ്റെ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ വെറ്റ് വൈപ്സ് നമ്മളെ കേരളത്തിലെ പല വീടുകളിലും ഇങ്ങനെ ചെന്നം പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വിവരവും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇതന്നെ വെറ്റ് വൈപ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഓയിൽ ബോട്ടിൽസ് ഒക്കെ ക്ലീൻ ചെയ്താണ്ടല്ലോ സൂപ്പർ ആയിരിക്കും. അതായത് നമ്മളിപ്പം എപ്പോഴും എടുക്കുന്ന സാധനമാണല്ലോ അയ്യോ എണ്ണക്കുപ്പിയൊക്കെ. അപ്പം എണ്ണക്കുപ്പിയൊക്കെ എന്തൊക്കെയോ പറയുന്നത്, എണ്ണക്കുപ്പി. അപ്പോൾ ആ ഒരു അതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇത് എല്ലാവർക്കും ഫീൽ ചെയ്യൂലേ, നമ്മൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് എണ്ണ വെക്കുന്ന ഭാഗത്തെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ആ വെറ്റ് വൈപ്സ് വെച്ച് തുടച്ചപ്പോൾ തന്നെ മൊത്തത്തിലൊരു ഗ്ലോ അങ്ങ് വന്ന് എല്ലാ സാധനത്തിനും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറൊക്കെ വന്നതുപോലെ തോന്നി. അപ്പോൾ അത് വെച്ചാണ് തുടച്ചെടുക്കുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം, നിങ്ങളെയും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ടീ ഷുഗർ കോഫീൻ്റെ സെറ്റ്. അപ്പോൾ ഇതും ഞാൻ ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത്. നല്ല ഷൈനിങ് ആവും കേട്ടോ വെറ്റ് വൈപ്സ് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യത്തിനാണ് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാമെന്ന് ചോദിക്കരുത്, അത്രയും എൻ്റെ വീട്ടിൽ എല്ലാ കാര്യത്തിലും ഞാൻ വെറ്റ് വൈപ്സ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മളെ ജോലി എളുപ്പമാക്കും, അത്രയും പൈസയും ഇല്ല, അങ്ങനെ ഉള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇത് വെച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും ഇവിടെ അടുക്കളയിലാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ പൊടിയൊക്കെ തട്ടുന്നതും എല്ലാം ഞാൻ വെറ്റ് വൈപ്സ് വെച്ചിട്ട്. പ്രത്യേകിച്ച് ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊന്നും നമ്മളിപ്പോൾ ഒരു എന്താ പൊടി തട്ടുന്ന ഒരു സാധനം വെച്ച് ഇങ്ങനെ തട്ടുമ്പോൾ പൊടി വീണ്ടും ഇങ്ങനെ എയറിലേക്ക് വരികയല്ലേ ചെയ്യുക. വെറ്റ് വൈപ്സ് ആകുമ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ചങ്ങ് എടുത്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെറ്റ് വൈപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മളെ കൗണ്ടർ ടോപ്പിനകത്ത് മിനിമലായിട്ട് എന്നാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഈ ടീ ഷുഗർ കോഫീൻ്റെ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുന്ന ഒരു സാധനം. അത് മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം എടുക്കുന്ന സാധനം ടീൻ്റെയും ഷുഗറിൻ്റെയും പോട്ടായിരിക്കും മിക്ക വീടുകളിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഉള്ളിൽ കുതാവിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുക, രാവിലെ തന്നെ എടുത്തിട്ട് അഥവാ കിട്ടിയിട്ടിലേക്ക് ദേഷ്യമൊക്കെ വരുമല്ലോ. അതൊക്കെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള. പിന്നെ ചിലർ പറയും ചിലപ്പോൾ സ്പേസ് കുറവായത് കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ ആമസോണിലൊക്കെ ഒരുപാട് ഓർഗനൈസേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഞാൻ അത് വെച്ച് എന്തായാലും എൻ്റെ കിച്ചൺ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ചെറിയ സ്പേസ്, എന്നേക്കാളും ചെറിയ സ്പേസുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഴ്സ് വെച്ചിട്ട് താഴെയോ അല്ലെങ്കിൽ മുകളിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ടീ ഷുഗർ കോഫീൻ്റെ സെറ്റും താഴെ ചിലപ്പോൾ ഓയിലിൻ്റെ ബോട്ടിൽസ് അങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയാണ്. ഞാൻ ജസ്റ്റ് ഫോട്ടോ മാത്രം കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും അല്ലെ കിച്ചണിലുള്ള ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തീർക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് നമ്മളെ കിച്ചൺ ടൈമിന് നല്ലോണം എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. നമ്മൾ തന്നെ സ്ഥിരം സെറ്റ് ചെയ്യുക. നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ റെഡി
റെഡിയാക്കി വെക്കുക. അപ്പോൾ ഞാൻ മറ്റേ സൈഡിൽ നമ്മൾ എന്താ പറയുക ഈ കായ്മുളക് അങ്ങനെയുള്ള ട്രേ ഒക്കെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ടീ ഷുഗർ കോഫിയും വെച്ചു. നമ്മളെ ഗീൻ്റെ ഒരു പോട്ടും മിൽക്കിൻ്റെ ഒരു പോട്ടും അതുപോലെ തന്നെ സ്പൂൺ റെസ്റ്റും വെച്ചു. പിന്നെ നിങ്ങൾക്കറിയാലോ ആ ഒരു എൽ ഷേപ്പിൻ്റെ എൻഡിലാണ് ഞാൻ ഭക്ഷണങ്ങളൊക്കെ കുക്ക് ചെയ്ത ഭക്ഷണങ്ങളൊക്കെ വെക്കുന്നൊരു സ്പേസ്. അതാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റും അവിടെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് റാക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു 3 പ്ലേറ്റും ഒരു ചെറിയ പ്ലേറ്റും 2-3 മൂടികളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു അബ്സോർബൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നല്ലോണം വെള്ളം വലിച്ചെടുക്കും. അത് നമുക്കൊരു ടെൻഷനും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കുപ്പിനകത്ത് വെള്ളം നിറച്ച് വെക്കുന്ന കാര്യം എൻ്റെ അച്ഛൻ വന്ന സമയത്ത് എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യം, നീ കുക്ക് ചെയ്യുമ്പം ഒരു പാത്രത്തിനകത്ത് വെള്ളം നിറച്ച് വെക്കുക, അത് നിൻ്റെ ജോലി കുറച്ചും കൂടി എളുപ്പമാക്കും. പിന്നെ നമ്മൾ വലിയവർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കാറില്ല, നമ്മളെ സ്വഭാവം അങ്ങനെയാണല്ലോ. പിന്നെ അച്ഛൻ നാട്ടിലേക്ക് പോയതിന് ശേഷം ഞാൻ ഈ കുപ്പി വാങ്ങിയപ്പോൾ ഞാൻ ശരിക്കും മിൽക്ക് ബോട്ടിലായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വാങ്ങിയത്. പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഇങ്ങനെ ഒരു യൂസിന് ഉപയോഗിച്ച് നോക്കാമെന്ന്. അങ്ങനെ അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ ഇത് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം കുറച്ചും കൂടി ഈസിയായി. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ചാൽ മതിയല്ലേ. ഈ വെള്ളം ഇങ്ങനെ നിറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ സ്പൂൺ ഹോൾഡറാണ്. സ്പൂൺ ഹോൾഡർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഐക്യന്ന് വാങ്ങി തരുന്നത് ഫുള്ള് തുരുമ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐക്യന്ന് ഞാൻ വാങ്ങിയതിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഇതുപോലൊരു സ്പൂൺ റെസ്റ്റ് ആക്കിയെടുത്തതെന്ന് വെച്ചാൽ സായുജി യൂസ് എന്ന് വരുമ്പോൾ കൊണ്ടുവന്നൊരു കപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ പിടി പൊട്ടിയപ്പോൾ അതിന് ഞാനൊരു സ്പൂൺ ഹോൾഡറാക്കി മാറ്റിയതാണ്. അത് ശരിക്കും അതിങ്ങനെ വെള്ളം ഡ്രെയിൻ ഔട്ട് ആയി പോലും നമുക്ക് എല്ലാ ദിവസവും എടുത്ത് കഴുകേണ്ട ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു സ്പൂൺ ഹോൾഡർ തപ്പി നടക്കുന്നുണ്ട്. പക്ഷെ നല്ലതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലത്തെ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സെറ്റാക്കി ഫുള്ള് കണ്ട മൊത്തത്തിലൊരു ഭയങ്കര ഒരു തിളക്കം വന്നു നമ്മളെ കിച്ചണിന്. എല്ലാ കാര്യങ്ങളും തുടച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് പിന്നെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ടവല് സെറ്റ് ചെയ്തു. അത് കൈ കഴുകുന്നിടത്തും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ സൈഡിലും വെച്ച് അതോടുകൂടി സമാപ്തിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കിച്ചൺ ഓർഗനൈസേഷൻ ടിപ്സ്. അതുപോലെ തന്നെ ബൂബുവിനെ കാണിക്കണം എന്ന് പറഞ്ഞവരോടും കൂടിയിട്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ബൂബുവിനെയും കൂടി കുറച്ചൊന്ന് ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയും കുറേ അവളെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലെങ്ത് ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും എന്തെങ്കിലുമൊക്കെ ടിപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ പോയി ചപ്പാത്തിയൊക്കെ ചുടട്ടെ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.